സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളുള്ള എവിടെയാണെന്നറിയാമോ ഗൈസ്? ഇതാണ് ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ദൈവമായി സൂര്യണ്ണൻ്റെ വേൾഡ് ഗൈസ്. ഞാൻ കാണിച്ചു തരാൻ കണ്ട. താങ്ക്സ് ഫോർ ഡൗൺലോഡിങ് ദിസ്. പിന്നെ മീനുക്കുട്ടീനെ കുറിച്ച്, മീനുക്കുട്ടിയൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. സൂര്യണ്ണ നമ്മുടെ തോളത്തോടെ സേഫാണ് ഗൈസ്. അപ്പം നമുക്കിന്ന് സൂര്യണ്ണൻ്റെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യണം. ആദ്യം തന്നെ എൻ്റെ വണ്ടക്കേക്ക് അങ്ങോട്ട് വെച്ച് പിടിക്കാം. ഞാൻ അതിന് മുമ്പ് ഞാൻ സുധീറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. വെറുതെ വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ, ഞാൻ വേറൊന്നും ചെയ്യത്തില്ല ഗൈസ്. നമുക്ക് ഇനി ഈ വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. ഓക്കെ, സുധീറിന് എന്തൊക്കെ ബിൽഡ് നമുക്ക്. ഇവിടെ സുധീറിനൊരു കേവിൻ്റെ ഒരു സെറ്റപ്പിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് സെറ്റ് ആക്കണം. ഇവിടെ അങ്ങനെ വലിയ ബിൽഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ സുധീറിൻ്റെ വേൾഡ് വന്ന് പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട് ഗൈസ്, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഫുള്ള് കണ്ടു നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ബിൽഡും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും എക്സ്പ്ലോർ ചെയ്യല്ലേ. ഈ ആറ്റമൊക്കെ പോയി കണ്ടിട്ട് വരാം. കാണുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഗൈസ്. അങ്ങനെ ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ നമുക്കെന്നാൽ ആ സ്റ്റെയർ കേസ് കുറച്ച് മുകളിലോട്ട് കണ്ടായിരുന്നു. എന്തായാലും മുകളിലോട്ടും കയറി നോക്കാം. എന്തിനാ അതൊക്കെ ബാക്കി വെക്കണേ? എല്ലായിടത്തും കയറി ഇറങ്ങാം ഗൈസ്. സുധിയേട്ടൻ പറഞ്ഞ് ആർക്കും ഡൗൺലോഡ് ചെയ്യാമെന്നല്ലേ, എന്നാൽ നമുക്കും ഡൗൺലോഡ് ചെയ്തങ്ങോട്ട് ഈ വേൾഡ് ലോഡാക്കി എടുത്ത് കളിക്കാന്ന്. നമ്മൾ സുധിയേൻ്റെ വലിയ ഫാനല്ലേ. കേവിലെത്തി ഗൈസ്. അപ്പം നമുക്ക് എന്താണ് ഇവിടെയൊക്കെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഇത് നെതർ ബ്ലോക്സ് ആണ്. ഇവിടെ സുധിയേട്ടൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിൽഡും കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ബാക്കി നോക്കാം. എന്തെങ്കിലൊക്കെ ഉണ്ടാവും. ലാവ അടിച്ച് ചാടി വെക്കാനാ. തീ പിടിക്കുമോ? അയ്യോ, എന്താണ് കഴിച്ച് നിൽക്കാത്ത? ആ ഫുഡ് കഴിച്ച് നോക്കാം. ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും നിൽക്കേണ്ടതാണ്. അയ്യോ, ഹാർട്ടടി പടവിടെ എന്ന് പറയാം. നിന്ന് നമ്മളെ അടുത്തൊക്കെ കളി. നമ്മളൊക്കെ സുധീറിനും നമ്മളൊക്കെ ഒരേ സ്കൂളിൽ നിന്ന് പഠിച്ചാറിയാം ഗൈസ്. പിന്നെ നമ്മൾ ഈ ലൈറ്റർ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷേ സുധീറിൻ്റെ കാരണം വെറുതെ എടുത്ത് കൈ പിടിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യണമെന്നില്ല. അതൊക്കെ സുധീറിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ, നമ്മളെന്തിനാ വെറുതെ നശിപ്പിക്കണം. അപ്പം നമുക്കിനിയും മേപ്പോട്ട് വിടാം. ഇനിയുണ്ട് ഈ സ്റ്റെയർ കയറി കുറേ ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചാൽ ആദ്യം സുധീറിനെ വെറുതെ മെയ്സ് പോലെയാണത്, പക്ഷേ ഇത് മെയ്സല്ല. പിന്നെ മേപ്പോട്ട് നമുക്കിനി എന്ത് കാണാം? കുറേ മതിൽ. ഒരു മിനിറ്റ്. ഇതാണ് ഗൈസ് അങ്ങനെ സൂര്യണ്ണൻ പണ്ടുവെച്ച വേറൊരു പരിപാടി. സൂര്യണ്ണൻ്റെ ഈ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ വളരെ കഷ്ടപ്പെട്ട് ആ എന്നുവെച്ചാൽ ടോക്സിക്കായ മേളത്തെ വേൾഡിൽ നിന്ന് എന്താണ് പുല്ലിൻ്റെ ഇതിങ്ങനെ കട്ട വെച്ച് ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. നമുക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഓടിയാണെന്ന് കാണാം, പക്ഷേ ഇത് സംഭവം ഞാൻ നല്ല പണിയാണ്, അതെനിക്കറിയാം. അപ്പം നമുക്കിനി മേപ്പോട്ട് പോയി ബാക്കി എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ടുതരാം. എൻ്റെ ഹങ്കർ പെട്ടെന്ന് പറയാനുണ്ട്, എന്താണെന്നറിയില്ല. എൻ്റെ മേപ്പോട്ട് എന്ത് കണ്ടാ? എന്താ സ്റ്റെപ്പ്? അതിലേക്ക് ചാടിയപ്പോൾ താഴത്തേക്കും. ചിലപ്പോൾ മേപ്പോട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ. അല്ല, വേറെ മേപ്പോട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് വിടാം. താഴത്തേക്ക് പോകണം. എന്ത് കഷ്ടപ്പാട് ഗൈസ്. സുധീറിന് മറ്റേ ലിഫ്റ്റ് പോലൊരു സെറ്റപ്പ് ചെയ്യാറ്. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാം. വലിയ പടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഒരു പാട്ട്. ഇതെന്താ കേവ്? ഓരോ പേരും ഉണ്ടായിരുന്നില്ലേ, എനിക്കറിയില്ലായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ പട്ടപ്പട്ടയെന്ന് ഇങ്ങനെ ഓരോ സംഭവം എക്സ്പ്ലോർ ചെയ്ത് നമ്മളെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അതൊന്നും കാണത്തില്ല. സൂര്യന് ഏകദേശം 280 ഡേയ്സ് കൂടെ പ്ലേ ചെയ്തു. ഭയങ്കരമാണ് കേട്ടോ ഗൈസ്. ഇവിടെയാണ് സൂര്യൻ്റെ മറ്റേ സ്മെൽറ്റിങ്ങും പരിപാടിയൊക്കെ. ഇവിടെ കുറേ സ്റ്റാക്ക് കോളുണ്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ നെതർ പോർട്ടൽ. പക്ഷേ ഇതിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ മെയിനായിട്ട് ഈ നെതറിൽ കയറി നോക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പറ്റില്ല ഗൈസ്. ഇനി സുധീറിൻ്റെ ഓരോ സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്യും. ഇതാണ് മെഗാ സ്റ്റോറേജ്. ഇതിലൊന്നും ഇല്ലേ? മേലത്തെ വെച്ച് ഒന്നുമില്ല. ഇതിൽ ക്ലേ ബോള് അത് തന്നെയാണ് ഇപ്പം തോന്നുന്നത്. ഇതിൽ ലൈറ്റ്, പിന്നെ ഇതിൽ എൻജാനിങ് ബുക്സ്, അങ്ങനെ വാല്യുബിളായ തിങ്സ് ആണെന്ന് തോന്നുന്നു.
തീർന്നിട്ടില്ല, അറ്റം വരെ ഉണ്ട്. ഓ ഇതൊക്കെ ആർമർ. ഓഹോ ചീരയാണിത്. ഇവിടെ വുഡിൻ്റെ പരിപാടിയാണ് ഗൈസ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഫുഡ് റിസോഴ്സും കാര്യങ്ങളും. പുള്ളിക്കാരെ കേടിയിരിക്കണ കാരണം ഫിഷ് പിടിച്ച് കൊള്ളാലോ. ഇവിടെയാണ് വാല്യുബിൾ തിങ്സ്, ഡയമണ്ട്. പിന്നെ എന്താണ് ഇത് ഡ്രാഗൺ എഗ് അല്ലേ? പിന്നെന്താണ് റെഡ് സ്റ്റോൺ ടെസ്റ്റ് ഉണ്ട്. മൈൻകാർട്ട് ലാബ് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഒബ്സീഡിയൻ 21 ഇതെടുത്ത് കഴിപ്പിച്ചേക്കാം. എന്തിനാണ് ചോദിക്കുന്നത്, ഒക്കെ വെറുതെ. പിന്നെ ഇവിടെ ഇതുണ്ട്. കഴിക്കാനുള്ള സംഭവങ്ങളാണ് ഇവിടെ. സുധിയാൻ്റെ ഡെക്കറേഷനുള്ള സംഭവങ്ങൾ. പിന്നെ ഇതൊക്കെ തുറന്നാണല്ലോ. പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ കാണാൻ. ഇതിൽ നമുക്ക് എന്തായിരുന്നു അയ്യോ മറന്നുപോയില്ല. നമ്മളൊക്കെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കുന്നതിൻ്റെ എന്ത് വെച്ചാൽ ഗ്രാവലെടുത്ത് കൈ പിടിക്കുക. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കി നോക്കാം. എനിക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ ഇത് ഫോർച്യൂണൊക്കെ ഉള്ള കാരണം കണ്ട ഫ്ലിഞ്ച് ടഫേന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ലെക്ക് കൊണ്ടാണ് ഈ ടഫേന്ന് പറഞ്ഞ് കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടൂല. ലെക്കല്ല, സത്യം പറഞ്ഞാൽ ഇത് ഫോർച്യൂൺ ആഡ് ചെയ്ത് ഈ പിക്കാൻസ് ആയാണ് നമുക്ക് അങ്ങനെ കിട്ടണം. അപ്പം എന്തായാലും നമുക്ക് പോയി ബാക്കി ഇതിൻ്റെ മണ്ടൊക്കെ ഇതാണ് സുധിയുടെ ബെഡ്റൂം ഗൈസ്. നമ്മളങ്ങനെ ഈ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ലൈറ്റ് ചെയ്ത് ഈ പോർട്ടൽ പൊട്ടിച്ച് കുറേ പരിപാടി ചെയ്ത് നോക്കി. പക്ഷേ എനിക്കൊന്നും ചെയ്ത് നടക്കില്ല ഗൈസ്. ഞാനിവിടെ നെതറിൽ കയറാൻ നോക്കിയിട്ട് നടക്കണില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയാൻ മേല. ഇനിയിപ്പോൾ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്ന സമയമില്ല ഗൈസ്. അത് കാരണം മിക്കവാറും ഇതിനൊരു പാർട്ട് 2 ഉണ്ടാവും. പാർട്ട് 2 നമ്മൾ എന്തായാലും നെതറിൽ പോയിരിക്കും ഗൈസ്. പിന്നെ ഇത് പുള്ളിക്കാരൻ്റെ ഷുഗർ കെയിൻ ഫാം. ഇവിടെ ഷുഗർ കെയിൻ ഫാം തന്നെ. പിന്നെ ഈ ചെസ്റ്റ് എന്താണ്? എംപ്റ്റി ചെസ്റ്റ്. അത് എന്താണ് അങ്ങനെ എനിക്കറിയാൻ മേല ഗൈസ്. ഇവിടെ ഷീപ്പ് ഫാമും കുറച്ചെണ്ണത്തിന് അങ്ങോട്ട് കൊല്ലുക. നമ്മൾ കുറച്ച് സൈക്കോന്ന് അറിയാല. പാട്ടപ്പാട്ടെന്നാണ് കഴിച്ചാവണ. ഈ സോഡിൻ്റെ ശക്തിയാണ്. ഇതാണ് ഭയങ്കര സീൻ സോഡാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാൻ. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് ഈ ചെസ്റ്റിലൊന്ന്? അത് തുറക്കാൻ പറ്റൂലല്ലേ. പിന്നെ ഈ ചെസ്റ്റ് തുറക്കാൻ പറ്റില്ല. അപ്പം ഈ ചെസ്റ്റ് തുറക്കാൻ പറ്റാത്ത എന്താണ്? അപ്പം ഞാൻ പൊട്ടിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റിസോഴ്സും കാര്യങ്ങളാണ്. സുധിയാണെങ്കിൽ കട്ട ഗ്രൈൻഡിങ് ആണ് വെച്ചാൽ അതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഷിയർ മാത്രം. അപ്പോൾ ഷീപ്പാകുമ്പോൾ പോയി ഷിയർ. ഇതാണ് പുള്ളിക്കാരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ചെസ്റ്റിൽ ഗോൾഡൻ സോഡും ഗോൾഡ് വാട്ടർ ഫ്ലച്ച്. അപ്പം ഞാൻ മെയിൻകുട്ടി സൈൻ ഓഫ് ചെയ്യാൻ സമയം അപ്പം അടുത്ത പാർട്ടി